കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഗോൺസ്ട്രപ്പ് കോൾഡ്രൺ എന്ന് പറയുന്ന ഒരു വെള്ളി പാത്രത്തെക്കുറിച്ച്. ഡെൻമാർക്കിൽ നിന്ന് കണ്ടെത്തിയ ഏതാണ്ട് 2100 വർഷം പഴക്കമുള്ള പാത്രത്തെക്കുറിച്ച്. അതിനകത്തെ ശിവന്റെ ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. ഇനി അതിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതേ പാത്രത്തിൽ തന്നെയുള്ള വിചിത്രമായ മറ്റൊരു ദൈവത്തെക്കുറിച്ചാണ്. ഇതിൽ നിന്ന് ഇന്ത്യൻ കൾച്ചർ യൂറോപ്പിൽ 2100 വർഷം മുമ്പ് വരെ വ്യാപകമായി നിലനിന്നിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാൻ കഴിയും. പശുപതി അഥവാ ശിവന് പുറമെ ഈ പാത്രത്തിൽ ഒരു ദേവിയുണ്ട്. ആ ദേവി എന്ന് പറയുന്നത് ഗജലക്ഷ്മി എന്ന് പറയുന്ന ദേവിയാണ്. അതായത് ഗജലക്ഷ്മി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ വളരെയധികം ആരാധിക്കപ്പെടുന്ന ഒരു ദേവിയാണ്. ദേവിയുടെ രണ്ട് ഭാഗങ്ങളിലായിട്ട് രണ്ട് ആനകൾ ഉണ്ടാവും. ഗജലക്ഷ്മി എന്ന് പറയുന്നത് ഹിന്ദു ദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ ഒരു അവതാരമായിട്ടൊക്കെ കണക്കാക്കപ്പെടുന്നുണ്ട്. സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഫലഭൂയിഷ്ഠതയുടെയും ദേവതയായിട്ടാണ് ഗജലക്ഷ്മിയെ കാണുന്നത്. ഇരുവശത്തും രണ്ട് ആനകളുമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഗജലക്ഷ്മിക്ക് സമാനമായ ഒരു ചിത്രം കൂടി 2100 വർഷം മുമ്പ് ഡെൻമാർക്കിൽ നിന്ന് കണ്ടെത്തിയ പാത്രത്തിലുണ്ട്. അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതായത് ഇത് ശരിക്കും ഗജലക്ഷ്മി തന്നെയാണെന്ന് പറയാൻ ഇതിൽ കൂടുതൽ തെളിവ് ആവശ്യമില്ല. കാരണം ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇപ്പോഴും ഗജലക്ഷ്മിയുടെ വിഗ്രഹങ്ങൾ കാണാൻ കഴിയും. BC 6-ാം നൂറ്റാണ്ടിൽ, അതായത് 2600 വർഷം മുമ്പ് ഗജലക്ഷ്മിയുടെ ഒരു വിഗ്രഹം കണ്ടെത്തുകയുണ്ടായി. രണ്ട് വശങ്ങളിലും ആനകളുള്ള സ്ത്രീ പരിചാരകരോടൊപ്പം നിൽക്കുന്ന ഒരു ദേവീ ചിത്രമാണ്, ഒരു വിഗ്രഹമാണ് കണ്ടെത്തിയത്. ഞാൻ ഒരു വിഗ്രഹം കൂടി ഇവിടെ വയ്ക്കാം. അതായത് ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 2200 വർഷം മുമ്പ് കണ്ടെത്തിയിട്ടുള്ള ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു ചിത്രമാണിത്. ഇതും ഗജലക്ഷ്മിയുടെ ചിത്രമാണ്. ഇവിടെ പരിചാരകരില്ല, ദേവിയെ കാണാം. രണ്ട് വശങ്ങളിൽ ആനകൾ നിൽക്കുന്നതായിട്ടും കാണാൻ കഴിയും. ഇത് ഏകദേശം 2200 വർഷം മുമ്പ് ഉള്ള ഒരു ചിത്രമാണ്. ഇന്ത്യൻ മ്യൂസിയം, കൊൽക്കത്തയിലുള്ള ഇന്ത്യൻ മ്യൂസിയത്തിൽ ഇത് പ്രദർശിപ്പിച്ചിരിപ്പുണ്ട്. BCE 125-നും 100-നും ഇടയിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഭാരത് സ്തൂപത്തിലെ റെയിലിംഗ് സ്തംഭത്തിലാണ് ഇത് ആലേഖനം ചെയ്തിരിക്കുന്നത്. ക്രിസ്തുവിന് മുമ്പ് 1-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗജലക്ഷ്മിയുടെ ചിത്രമാണ് ഇവിടെ പ്രേക്ഷകർ കാണുന്നത്. ഡെൻമാർക്കിൽ നിന്ന് കിട്ടിയ പാത്രത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഗജലക്ഷ്മി ചിത്രവുമായിട്ട് വളരെ സാദൃശ്യമുള്ള ഒരു ഗജലക്ഷ്മി ചിത്രമാണ് ഈ കാണുന്നത്. അതുപോലെ ഗാന്ധാര ദേശത്തിന്റെ ഭരണാധികാരിയായിരുന്ന അസിലിസസ്, ഗാന്ധാര ദേശം എന്ന് പറയുന്നത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനിലെ ഭരണാധികാരിയായിരുന്ന അസിലസസ്, അദ്ദേഹം ഭരിച്ചിരുന്ന സമയത്ത് അന്നത്തെ നാണയങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഗജലക്ഷ്മിയുടെ ചിത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ അസിലിസസ് ഭരിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് BC 57-35, അതായത് 2050 വർഷം മുമ്പ് ഈ നമ്മുടെ ഗാന്ധാര ദേശം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ ഭരണാധികാരിയായിരുന്നു അസിലിസസ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ള നാണയത്തിലാണ് ഈ ഒരു ചിത്രം കാണാൻ കഴിയുന്നത്, അതായത് ഗജലക്ഷ്മി ചിത്രം കാണാൻ കഴിയുന്നത്. ക്രിസ്തുവിന് മുമ്പ് 1-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഭരണം നടത്തിയിരുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിക്കണം. അതുപോലെ തന്നെ ഒഡീഷയിലെ രത്നഗിരിയിലുള്ള ബുദ്ധവിഹാരത്തിലെ കവാടത്തിന്റെ മുകളിൽ കാണുന്ന ഗജലക്ഷ്മി ചിത്രമാണ് ഈ കാണുന്നത്. അപ്പൊ ഈ ഗജലക്ഷ്മി എന്ന് പറയുന്നത് ബുദ്ധവിഹാരത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം, പലരും പറയുന്ന പോലെ ഹിന്ദുയിസവും ബുദ്ധിസവും ഒന്നും രണ്ടല്ല, ഇത് രണ്ടും ഒന്നാണ്. ഒരേ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ള വ്യത്യസ്ത ബ്രാഞ്ചസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ഒഡീഷയിൽ കാണുന്ന ബുദ്ധവിഹാരത്തിലുള്ള ഗജലക്ഷ്മി ചിത്രമാണ് ഈ കാണുന്നത്. അതുപോലെ ഒഡീഷയിലെ 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗജലക്ഷ്മി ചിത്രമാണ് ഈ കാണുന്നത്. രാജാ രവിവർമ്മ 1896-ൽ വരച്ച ഒരു ഗജലക്ഷ്മി ചിത്രമാണ് ഈ കാണുന്നത്. എല്ലോറയിലെ 14-ാം ഗുഹയിൽ താമരയിൽ ഇരിക്കുന്ന ഗജലക്ഷ്മിയുടെ ഒരു ചിത്രവും കാണാൻ കഴിയും. അങ്ങനെ ഇന്ത്യയിൽ ഒട്ടാകെ, അതായത് എല്ലാ കാലഘട്ടത്തിലും, നമ്മൾ ഗാന്ധാര ദേശത്തിന്റെ കാര്യം വരെ പറഞ്ഞു 2000 വർഷം മുമ്പത്തെ, ആ കാലഘട്ടത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ ഒട്ടാകെ ഗജലക്ഷ്മി വിഗ്രഹങ്ങളും ചിത്രങ്ങളും നാണയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഗജലക്ഷ്മി എന്ന് പറയുന്നത് സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഫലഭൂയിഷ്ഠതയുടെയും ഒക്കെ ദേവതയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാജാക്കന്മാരടക്കം അവരുടെ നാണയങ്ങളിൽ പോലും ഗജലക്ഷ്മിയുടെ ചിത്രം പതിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? യൂറോപ്യൻസ് പറയുന്നത് പോലെ അവിടെ നിന്ന് ആര്യന്മാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായതല്ല ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേദകാലഘട്ടം ഉൾപ്പെടെ അതെല്ലാം ഇന്ത്യയിൽ രൂപം കൊണ്ടതാണ്. ഇപ്പോ ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യർ ലോകമൊട്ടാകെ സഞ്ചരിച്ചു എന്നാണല്ലോ ചരിത്രകാരന്മാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് മനുഷ്യൻ എത്തിയിട്ടുണ്ടാവാം,
യൂറോപ്പിലേക്ക് പോയിട്ടുണ്ടാവാം, അതുപോലെ തന്നെ ഇന്ത്യയിലേക്കും വന്നിട്ടുണ്ടാവും. ഇത്രയും സമുദ്ര തീരങ്ങളുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള കൃഷിക്കടക്കം അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് വരാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും കാണുന്നില്ല. ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യർ ഇവിടേക്കും വന്നിട്ടുണ്ട്. സോ ഇവിടെ മനുഷ്യർ എത്തുകയും പതിനായിരക്കണക്കിന്, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടേക്ക് എത്തിയ സമൂഹം ഇവിടെ തന്നെ ജീവിച്ച്, ഇവിടെ അവര് സമുദ്രതീരങ്ങളിലും അല്ലെങ്കിൽ നദീതീരങ്ങളിലും ഒക്കെ ജീവിച്ച് അവിടെ രൂപം കൊള്ളുന്ന സംസ്കാരമാണ്. ആ സംസ്കാരത്തിന്റെ പുരോഗതിയുടെ ഭാഗമായിട്ട് ഇവിടെ വിശ്വാസങ്ങൾ ഉണ്ടാവുന്നു, ദൈവവിശ്വാസങ്ങൾ ഉണ്ടാവുന്നു, ആചാരങ്ങൾ ഉണ്ടാവുന്നു, നഗരങ്ങൾ ഉണ്ടാവുന്നു, ജീവിത രീതി ഉണ്ടാവുന്നു. സ്വാഭാവികമായി ഇവിടെ രൂപം കൊള്ളുന്നതാണ്. ചിലപ്പോൾ ഇന്ത്യയിലെ ഇന്നത്തെ നമ്മുടെ രാജ്യാതിർത്തി വെച്ച് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പലതരം സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ സൗത്ത് പാർട്ടിൽ വ്യത്യസ്ത സംസ്കാരമായിരിക്കാം, നോർത്ത് പാർട്ടിൽ വ്യത്യസ്ത സംസ്കാരമായിരിക്കാം. കാലക്രമേണ ഇതെല്ലാം ഒന്നായിട്ട് രൂപപ്പെടാം. ഇന്നിപ്പോ നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഭാഗത്തുണ്ടായ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമുമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന വിശ്വാസം എന്ന് പറയുന്നത്. അമേരിക്കക്കാർ വരെ, അങ്ങ് ദൂരെ കിടക്കുന്ന ഭൂഖണ്ഡമാണ് അമേരിക്ക, അമേരിക്കക്കാർ ഫോളോ ചെയ്യുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. ഓസ്ട്രേലിയക്കാർ ഫോളോ ചെയ്യുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യാനിറ്റി എവിടെയാണ് രൂപം കൊണ്ടത്? ഏഷ്യയിൽ രൂപം കൊണ്ട ഒരു മതമാണ്. അതുപോലെ ഇസ്ലാം എവിടെയാണ് രൂപം കൊണ്ടത്? ഏഷ്യയിൽ രൂപം കൊണ്ട മതമാണ്. അതാണ് അങ്ങ് വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും യൂറോപ്പിലും അടക്കമുള്ള ഓസ്ട്രേലിയയിലും അടക്കമുള്ള പ്രദേശങ്ങളിലെ മനുഷ്യർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇത് നടന്നുവെങ്കിൽ പണ്ടും ഇത് നടക്കാം. ഇപ്പൊ ഇന്ത്യയിലെ ഒരു ദൈവവിശ്വാസമോ ഒരു കൾച്ചറോ രൂപം കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ നിന്ന് സമീപ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാം. അത് വ്യാപാരത്തിലൂടെ വ്യാപിക്കാം, പുരോഹിതന്മാരിലൂടെ വ്യാപിക്കാം. എങ്ങനെയാണ് അറബികൾ ഇന്ത്യയിലേക്ക് എത്തിയത്? കച്ചവടത്തിനായിട്ട് എത്തിയതാണ് കേരളത്തിലേക്ക്. അവർ കേരളത്തിലേക്ക് കച്ചവടത്തിന് വന്നു, പിന്നെ അവരിവിടെ താമസിക്കാൻ തുടങ്ങി, ഇവിടെ വിവാഹം കഴിക്കാൻ തുടങ്ങി, പതിയെ 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 ഇവിടെ ഇസ്ലാം മതം പ്രചരിക്കാൻ തുടങ്ങി. അപ്പോൾ വാള് കൊണ്ട് മാത്രമല്ല മതങ്ങൾ പ്രചരിക്കുന്നത്. ഇപ്പോൾ വാളുപയോഗിച്ച് നമ്മുടെ നോർത്തേൺ പാർട്സിൽ പല ഭരണാധികാരികളും സെൻട്രൽ ഏഷ്യയിൽ നിന്നും അഫ്ഗാനിൽ നിന്നും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും തുർക്കിയിൽ നിന്നുമൊക്കെ യുദ്ധം ചെയ്ത് നമ്മുടെ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് മതപരിവർത്തനം ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ അവർ കച്ചവടത്തിന് വന്നിട്ടാണ് ഇവിടെ സെറ്റിൽഡ് ആവുന്നതും ഇവിടെ മതപരിവർത്തനം ഉണ്ടാവുന്നതുമൊക്കെ. അപ്പോൾ അതുപോലെ പണ്ട് കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന്, അത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന്, കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ചൈനയിലേക്ക് വരെ ഇവിടെ നിന്ന് മതപരിവർത്തനത്തിനായിട്ട് ആൾക്കാർ പോയിട്ടുണ്ട്. അതുപോലെ യൂറോപ്പിലേക്കും പ്രചരിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമാണ് ഇതെല്ലാം സ്വാഭാവികമാണ്. അല്ലാതെ അവർ പറയുന്നത് പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് അധിനിവേശം നടത്തി വന്ന് ഇവിടെ വന്ന് വേദങ്ങൾ ഉണ്ടാക്കിയതെന്ന് പറയുന്നത് കള്ളക്കഥയാണ്. കാരണം 5000 വർഷം മുമ്പുള്ള എവിഡൻസ് ഇവിടെ ഉള്ളൂ. നമ്മളിപ്പോ ഈ ഡെൻമാർക്കിലെ കേസ് പറഞ്ഞാൽ തന്നെ അത് 2100 വർഷം മുമ്പത്തെ കാര്യമാണ്. ഇതേ കാലയളവിൽ തന്നെ അഫ്ഗാനിസ്ഥാനിലും എന്ത് ചെയ്തു? ഈ പറയുന്ന വിശ്വാസ പ്രമാണങ്ങളൊക്കെ നിലനിന്നിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അശോകന്റെ കാലഘട്ടത്തിൽ അശോകൻ എന്ത് ചെയ്തു? ലോകത്തൊട്ടാകെ അശോകന് ബുദ്ധമതം പ്രചരിപ്പിക്കണമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം മിഷണറിമാരെ അയച്ചു സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് അടക്കം. അശോകന്റെ നിർദ്ദേശപ്രകാരം പോയി അവർ ബുദ്ധിസം പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് ഹിന്ദുയിസം പ്രചാരത്തിലുണ്ടായിരുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഭാഗങ്ങളിൽ പോലും പലയിടങ്ങളിലും ബുദ്ധിസം വരുന്നത്. അശോകന്റെ കാലം കഴിഞ്ഞ ശേഷം ഗുപ്ത കാലഘട്ടം എത്തിയപ്പോൾ അവർ വീണ്ടും ഹിന്ദുയിസത്തിനെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചു ആ രാജാക്കന്മാര്. അതുപോലെ ഈ ചോള സാമ്രാജ്യ കാലഘട്ടത്തിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഹിന്ദുയിസത്തിനെ തിരിച്ചുകൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം തമിഴ് രാജാക്കന്മാർ നടത്തി. അപ്പൊ ഇതെല്ലാം എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ മാർത്താണ്ഡവർമ്മ അധികാരത്തിലേക്ക് എത്തുന്ന സമയത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഇത്രയും പ്രാധാന്യമുള്ള ക്ഷേത്രമായിട്ട് മാറുന്നത്. കാരണം പത്മനാഭ ഭക്തനായിട്ടാണ് മാർത്താണ്ഡവർമ്മ രാജ്യം ഭരിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമുള്ള രാജാക്കന്മാരെല്ലാം അത് ഫോളോ ചെയ്തു. എന്നാൽ ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ, അതായത് കേരളത്തിലെ ആദ്യ രാജവംശങ്ങളിൽ ഒന്നാണ് രാജവംശം. രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ അവരെ ശിവനെ ആരാധിച്ചിരുന്നവരാണെന്ന് പറയുന്നുണ്ട്. അവര് ശിവന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കാന്തളൂർ ക്ഷേത്രം, തിരുവനന്തപുരത്ത് തന്നെയുള്ള കാന്തളൂർ ക്ഷേത്രത്തെ മുൻനിർത്തിയാണ് അവർ ഭരണം നടത്തിയത്. ചോളന്മാരുമായിട്ടൊക്കെ രാജവംശ കാലഘട്ടത്തിൽ അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്. ചോളന്മാര് രാജവംശത്തെ പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് വിജയപുരം എന്ന് പറയുന്ന വിഴിഞ്ഞം ആസ്ഥാനമായിട്ടാണ് രാജാക്കന്മാർ ആദ്യം ഭരണം നടത്തിയിരുന്നത്. ഒരുപാട് കാലം ആക്രമിച്ചപ്പോഴൊക്കെ തിരിച്ചടിക്കുകയും അതിൽ പിടിച്ചു നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് രാജാക്കന്മാര്. പക്ഷെ പിന്നീട് രാജരാജ ചോളന്റെ കാലത്ത് പരാജയം നേരിട്ടു എന്നാണ് പറയുന്നത്. ഈ രാജാക്കന്മാരെ പരാജയപ്പെടുത്തി എന്നുള്ളത് രാജരാജ ചോളന്റെ കാലത്ത് ശാസനങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ രാജവംശ കാലത്ത് കേരളത്തിൽ തിരുവനന്തപുരത്തൊരു നമ്മുടെ സർവകലാശാല ഉണ്ടായിരുന്നു. നളന്ദ, തക്ഷശില എന്നൊക്കെ പറയുന്ന പോലെ ഒരു സർവകലാശാല ഉണ്ടായിരുന്നു. ശ്രീലങ്കയിൽ നിന്നും ജപ്പാനിൽ നിന്നും ചൈനയിൽ നിന്നും അടക്കം വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠനം നടത്തിയിരുന്നു നമ്മുടെ ഈ കേരളത്തിൽ. ഇങ്ങനെയുമുണ്ട് ചരിത്രം. തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശ്ശൂരും ഒക്കെ ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഈ ആയുധങ്ങൾ യൂറോപ്പിലേക്കും ചൈനയിലേക്കും ജപ്പാനിലേക്കും കയറ്റുമതി ചെയ്തിരുന്നു. അങ്ങനെയുമുണ്ട് ഒരു ചരിത്രം. അപ്പൊ ഇതെല്ലാം നടന്ന കാര്യങ്ങളാണ്.
പിൽക്കാലത്ത് ഇന്നിപ്പോൾ വിഴിഞ്ഞത്ത് പോയ വിജയപുരം എന്ന് പറയുന്ന ഒരു വലിയ തലസ്ഥാനമായിരുന്നു അവിടെ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് തൃശ്ശൂരുള്ള നമ്മുടെ മഹോദയപുരം, കൊടുങ്ങല്ലൂർ എന്ന് ഇന്ന് അറിയപ്പെടുന്ന പ്രദേശം മഹോദയപുരം എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ട്. ആ മഹോദയപുരം ഒരു കാലത്ത് വളരെ സമൃദ്ധമായിരുന്നു. അത് നമുക്ക് ഇന്ന് അവിടുത്തെ ക്ഷേത്രങ്ങളിൽ പോയാൽ അറിയാം. പുരാതന ക്ഷേത്രങ്ങൾ, പ്രാചീന ക്ഷേത്രങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ് കൊടുങ്ങല്ലൂര്. സോ ഒരു കാലത്ത് കൊടുങ്ങല്ലൂർ വളരെ സമൃദ്ധമായിരുന്നു. കൊല്ലം വളരെ സമൃദ്ധമായിരുന്നു. വലിയ കപ്പലുകൾ അടുത്തിരുന്ന, അല്ലെങ്കിൽ ഒരുപാട് സഞ്ചാരികളും കച്ചവടക്കാരും വന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു കൊല്ലം. സോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പുരാതന കാലത്ത് ഇന്ത്യൻ കൾച്ചർ വളരെ സമൃദ്ധമായിരുന്നു. അത് എല്ലായിടത്തും വ്യാപിച്ചിരുന്നു. അല്ലാതെ യൂറോപ്യൻസ് വന്നിട്ടല്ല ഇന്ത്യ വികസിതമായത്. പക്ഷേ പിൽക്കാലത്ത് വൈദേശിക അധിനിവേശങ്ങളും വിദേശ കൾച്ചറും ഒക്കെ ഇന്ത്യയും സ്വാധീനിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.